ഇതുമ്പോ തൊട്ട് നോക്കുമ്പോ ശരിക്കും ഒരു ആനപ്പുറത്ത് തൊട്ട് നോക്കുന്ന പോലെ തന്നെ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് ശരിക്കും നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പഴത്തേക്ക് കടുക്കൻ രാജേഷേട്ടൻ രാജേഷേട്ടൻ നിൽക്കുന്നുണ്ട്. രാജേഷേട്ടന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആളുടെ സിക്സ് പാക്ക് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ തന്നെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സജീവ് എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ. അദ്ദേഹം ആനശില്പങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇത്തവണ സജീവേട്ടൻ ഉണ്ടാക്കിയാണെന്ന് പറയുന്നത് നമ്മുടെ കേരളക്കാരെ മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ മാത്രമല്ല, ആനയുടെ പാപ്പാന്മാരായിട്ടുള്ള രാമേട്ടനെയും കടുക്കൻ രാജേഷിനെയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സജീവന്റെ വർക്കിന്റെ പ്രത്യേകത. അപ്പൊ ഇതാണ് നമ്മുടെ സജീവേട്ടൻ അല്ലേ. നമസ്കാരം. നമസ്കാരം. സജീവയുടെ ഏതാ സ്ഥലം സജീവണ്ടത്? പുതുക്കാട് കണ്ണമ്പത്തൂര്. പുതുക്കാട് കണ്ണമ്പത്തൂരാണല്ലേ. സജീവണ്ണ ഞാൻ മുന്നേ ഇതുപോലെ ഒരു ആനശില്പം ഉണ്ടാക്കിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ശിവസുന്ദർ എന്ന് പറഞ്ഞ ശിവസുന്ദർ എന്ന് പറയുന്ന ആന. ആന ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു അല്ലെ ആൾക്കാരുടെ. അത് നിന്റെ വീഡിയോ കൂടെ അത് സെയിലായതും കാര്യങ്ങളൊക്കെ അല്ലെ. സന്തോഷം ചേട്ടാ. എല്ലാ കാര്യങ്ങളും അതുപോലെ ഇനിയും ഭംഗിയാവട്ടെ. ഇപ്പൊ നമ്മളെ ഏത് ആനയാ ചേട്ടാ കൊണ്ടുവന്നേക്കണത്? ഞാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ് ഉണ്ടാക്കിയത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്ലെ. വേണമെന്ന നിലയ്ക്ക് ഞാൻ രാമേട്ടനെയും കടുക്കനെയും ചെയ്തു അല്ലെ. അപ്പൊ ഇതാണല്ലോ സജീവട്ട നമ്മൾ ഉണ്ടാക്കിയ ആന. ഓക്കെ. ഇത് എത്ര ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത്? ഇതിപ്പോ ഞാൻ ഒരു കൊല്ലത്തോളം അതിന്റെ ഇരിക്കണേ. ഒരു വർഷമായ. അപ്പൊ നമ്മള് ശിവസുന്ദറിനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരെണ്ണം പണിത് ഒരു പാമ്പാടി രാജനെ പണിതല്ലേ. രണ്ടും ഒരാൾക്കുള്ള തന്നെയായിരുന്നു. അതെ അല്ലെ. അതിനുശേഷം തുടങ്ങിയ വർക്കാണ്. പക്ഷെ നമ്മള് ഫുൾ ടൈം ഇരിക്കാറില്ലേ. അതെ അല്ലെ. സമയം കിട്ടുമ്പോ ഇരിക്കാറല്ലോ. പിന്നെ ഓണം കഴിഞ്ഞ പിന്നെ കുറച്ച് പണി ഇത്തിരി കുറവായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ കുറച്ചു നേരം ഇരുന്നുണ്ട് അല്ലെ. ഇതിന്റെ ഈ തൊലിപ്പുറൊക്കെ നോക്കുമ്പോ കറക്റ്റ് അതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുത്താണ്. ഇത് കൈ കൊണ്ട് തന്നെയാണോ ചെയ്താണ്? കൈ കൊണ്ട് ചെയ്താണ് തന്നെയാണോ? ടൂള് എന്ത് ടൂളാ? കീറ്റുളി എന്ന് പറയും. അതെ, കീറ്റുളി വെച്ചിട്ട് അങ്ങനെ വരച്ചെടുക്കണാണല്ലേ. അടിച്ചെടുക്കണാണല്ലേ. ഓക്കെ. നല്ല സമയം എടുത്തിട്ടുണ്ട് അല്ലേ. സമയം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇതുമ്പോ തൊട്ട് നോക്കുമ്പോ ശരിക്കും ഒരു ആനപ്പുറത്ത് തൊട്ട് നോക്കുന്ന പോലെ തന്നെ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് ശരിക്കും നല്ലപോലെ ചെയ്യുന്നുണ്ട്. ആനയുടെ ഇത് ശരിക്കും തല ഉയർത്തി നിൽക്കുന്ന ഒരു രൂപത്തിലാണോ ചേട്ടൻ ഉണ്ടാക്കിയത്? ഏകദേശം ഫുള്ള് പിടിച്ചതല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അല്ലേ. ഓക്കെ. പിന്നെ ഈ മറ്റേ രാജേഷന്റെ കയ്യിലുള്ള തോട്ടി എന്ന് പറയണതൊക്കെ തോട്ടി ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഏതാ മരം ചേട്ടാ? ഇത് തേക്കിന്റെ പീസാണ്. തേക്കിന്റെ പീസ് പിച്ചളയില് ചെയ്തേക്കണേ. വടിയൊക്കെ കുമിഴിന്റെ പീസ്. കുമിഴിന്റെ തന്നെ അല്ലേ. ശരിക്കും ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു നെയിം ടാഗ് ഒക്കെ ശരിക്കും കഴുത്തിലേക്ക് ചേട്ടൻ പണിയിപ്പിച്ചു ഒന്നുണ്ടല്ലേ? അത് ഞാൻ കൂട്ടുകാരൻ പണിയിപ്പിച്ചു തന്നതാ. അതെ അല്ലെ. റോബി എന്ന് പറഞ്ഞ കൂട്ടുകാരൻ. അതെ അല്ലെ. ഇതിപ്പോ എത്ര ദിവസമായി ചേട്ടാ ഇത് വർക്ക് കംപ്ലീറ്റ് ആയിട്ട്? ഇതിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതെ. അമ്പലത്തിൽ വെക്കേണ്ട ഒരു ഇതുകൊണ്ട് തിരക്ക് കൂടിയുണ്ട്. കുറവുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. കുഴപ്പമില്ല ചേട്ടാ. എന്തായാലും കാഴ്ചയിൽ എനിക്ക് ഗംഭീര വർക്കായിട്ടാ തോന്നണേ. എന്തായാലും ഉഗ്രം വർക്കാണ് ചേട്ടാ. ശരിക്കും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ഒരു മിനിയേച്ചർ എന്ന് തന്നെ പറയാം. ആള് നിർമ്മിച്ചിരിക്കുകയാണ്. മാത്രമല്ല തൊട്ടിപ്പുറത്തേക്ക് കടുക്കൻ രാജേഷേട്ടൻ നിൽക്കുന്നുണ്ട്. രാജേഷേട്ടന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആളുടെ സിക്സ് പാക്ക് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. രാമേട്ടനെ ആണെങ്കിലും അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏത് മരം കൊണ്ടാ സജീവട്ടൻ ഉണ്ടാക്കണേ? ഇത് മദ്രാശി മരത്തിലാണ് ഉണ്ടാക്കിയത്. മദ്രാശി മരത്തിലല്ലേ. പാപ്പാന്മാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കുമിഴ് മരത്തില്. പാപ്പാന്മാര് നിക്കണ കണ്ട രാമേട്ടൻ നിക്കണോക്കിയേ. അമ്പോ. അപ്പൊ രാജേഷേട്ടനും രാമേട്ടനൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇത്. അറിഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ. അവരാരെങ്കിലും വിളിച്ചിരുന്നേ? അവരൊരു വിളി പ്രതീക്ഷയുണ്ടല്ലേ. തീർച്ചയായിട്ടും അവര് വിളിക്കും. അത്ര മനോഹരമായിട്ടാണ് ഇത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറയുന്ന ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടാ. ഈ ആനയുടെ ഒരു ഹിസ്റ്ററി അറിയാലോ ചേട്ടന്? കുറച്ച് കുറുമ്പനാണ്. ആനപ്രേമികളുടെ ഭാഷയിൽ ഇച്ചിരി കുറുമ്പ് കൂടുതലുള്ള ആനയാ. നമ്മളൊക്കെ നോക്കുമ്പോ സൗന്ദര്യമാണ് എന്റെ ഇതില്. ശില്പകല എന്ന് പറഞ്ഞത് സമൂഹത്തില് ഒരു രണ്ടാം തട്ട് നിക്കണ മാതിരി തോന്നുന്നു. ഒരു കാരണം എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന്റെ ആസ്വാദനത്തിന്റെ സമയം വളരെ കുറവാണല്ലോ. കണ്ട മാത്രയിലുള്ള ഒരു 2-3 മിനിറ്റാണ് ആ സമയത്തുള്ള ഒരു അത്ര മാത്രമേ ഉള്ളൂ. മറ്റുള്ള കലകൾ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടായാലും വേറെ ഡാൻസ് ആയാലും കുറച്ച് സമയം ഇതായി. ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഇത്തിരി കൂടിയും ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് സജീവൻ പറയുന്നത്. തീർച്ചയായിട്ടും എന്താ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേഞ്ച് ആക്കി ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ട് കഴിയുന്നല്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യാം.